ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പണ്ടത്തെ ഒരു കൂട്ടാനാണ് കേട്ടോ റെഡിയാക്കാൻ പോണ. പണ്ടത്തെ എന്ന് പറയാം, പണ്ട് മഠത്തിലും ഇല്ലങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ കൂട്ടാനാണ്. അതിന് ഒരു പച്ചക്കറിയും വേണ്ട, ഉള്ളിയും തക്കാളിയും പോലും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിലുള്ള ഒരു കൂട്ടാനാണ് റെഡിയാക്കുന്നത്. 1/4 കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാം. പരിപ്പ് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. ഇപ്പം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി എടുത്തിട്ട് വരാം. പരിപ്പ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളോട്ടാ. ഈ വെള്ളം നമുക്ക് ആവശ്യം വരും. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് 4 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്ക് നമുക്ക് ഒരു സാധനം വറുത്തെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് എരിവിനുള്ളത് കൂട്ടാനിൽ. അപ്പൊ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ. ഇത് വറുത്തെടുക്കാം. വറുത്ത മുളക് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. പരിപ്പ് വേവിച്ചെടുത്ത് വെള്ളം വേറെ ഒരു ബൗളിലേക്ക് ഊറ്റുണ്ട് കേട്ടോ. ഈ പരിപ്പ് നമുക്ക് ഒരു ജാറിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ചേക്കണം മുളക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നല്ല മഷി പോലെ അരച്ചെടുക്കണം. വെള്ളം വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് അരച്ചാൽ മതി. അരച്ചെടുത്ത പരിപ്പ് ഒരു പാനിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മുളക് വറുത്തേണ്ട എണ്ണയാണ് കേട്ടോ. ജാറ് കഴുകി ആ വെള്ളം ചേർക്കാം. പരിപ്പ് വേവിച്ചതിൻ്റെ വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൂട്ടാനിന് എത്ര ചാറ് വേണോ അതനുസരിച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തിളയ്ക്കുമ്പോൾ നല്ലോണം കുറുകും. അപ്പം അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം വെള്ളം വേണോ നോക്കിയിട്ട് ചേർത്താൽ മതി. കൂട്ടാനിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂട്ടാൻ നല്ലോണം തിളച്ചു. ഇനി നമുക്ക് വറുത്തിടാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്തോളൂ. പണ്ട് കൂട്ടാനിൽ മല്ലിയില ഒന്നും ഇല്ലങ്ങളിലോ മഠത്തിലോ ചേർക്കില്ല. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പ്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൂട്ടാൻ വറുത്തിട്ടയിലേക്ക് ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ആക്കണ്ടിട്ട. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉച്ചയൂണിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുത്തരച്ച കൂട്ടാൻ്റെ ഒക്കെ സ്വാദാണ് ഈ കൂട്ടാനിന് വരിക. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.